ആലപ്പുഴയിലെ CPMൻ്റെ അകത്തുള്ള കളകൾ പറിക്കുവാൻ പോവുകയാണ് നമ്മളുടെ CPMൻ്റെ പാർട്ടി സെക്രട്ടറി. ആലപ്പുഴയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കള ഏതാണ് വിള ഏതാണ് എന്നറിയാത്ത അവസ്ഥയാണുള്ളത്. ഈ കളകളേക്കാൾ കൂടുതൽ നല്ല ഉഗ്രൻ വിളകൾ ആലപ്പുഴയിൽ വിരിഞ്ഞു എന്നുള്ള സത്യം പാർട്ടിക്ക് മനസ്സിലായതുകൊണ്ടാവാം ആലപ്പുഴയിലെ കള പറിക്കുവാൻ ആദ്യമായി എത്തുന്നത്. അങ്ങനെ പറിക്കുകയാണെങ്കിൽ ആലപ്പുഴ മാത്രമല്ല, കേരളം മുഴുവൻ കളകളാണ് കൂടുതൽ. മാത്രമല്ല, പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. സാക്ഷാൽ അയ്യപ്പസ്വാമിയും നരേന്ദ്രമോദിയും ഒക്കെ വിചാരിച്ചിട്ട് കിട്ടാത്തതിനേക്കാൾ മുകളിലുള്ള വോട്ടുകളാണ് BJPക്ക് ഈ കുറി കേരളത്തിൽ കിട്ടിയത്. അതിൻ്റെ കാരണമായി എല്ലാവരും പറയുന്ന ഒന്ന് ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പോക്കുമെല്ലാം മാറ്റാനുള്ള ഓട്ടത്തിലാണ് പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും. അതുകൊണ്ട് തന്നെ തിരുത്താനുള്ളതൊക്കെ തിരുത്തും, പറിക്കാനുള്ള കളകളൊക്കെ പറിച്ചു കളയും. അങ്ങനെ പാർട്ടിയെ നല്ല ഉഗ്രൻ സൂപ്പർ പാർട്ടിയാക്കി മാറ്റുവാനുള്ള പ്ലാനാണ് പാർട്ടി ഘടകത്തിനുള്ളത്. എന്തായാലും കൊള്ളാം. ഇപ്പോൾ കേൾക്കുന്നത് തിരുത്തും, BJPക്ക് വോട്ട് കൂടുതൽ കിട്ടിയതിനെക്കുറിച്ച് പരിശോധിക്കും, എവിടെയൊക്കെ ചോർന്നു അവിടെയൊക്കെ പാർട്ടി അടയ്ക്കും എന്നുള്ളതൊക്കെയാണ്. വീണ്ടും ഒരു മൂന്നാം ഘട്ട പിണറായി സർക്കാരിലേക്കുള്ള പാത വെട്ടിയൊരുക്കുവാനുള്ള തീവ്ര ശ്രമത്തിലായിരിക്കും പാർട്ടി. കേൾക്കാൻ നല്ല രസമുണ്ട്, ചിലർക്ക് ചിരിയൊക്കെ വരും. ഇങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വിരുദ്ധ വികാരങ്ങളെല്ലാം തടയുവാനുള്ള പുതിയ പ്ലാനിൽ, ആ പ്ലാനിൽ നിന്നും വ്യതിചലിക്കുന്ന ഒരു ചെറിയ കാര്യമുണ്ട്: കേരളീയം. എന്തൊക്കെ മാറ്റിയാലും കേരളീയം വിട്ട് ഒരു കളി അത് സർക്കാരിനില്ല. കഴിഞ്ഞ നവംബറിൽ നടത്തിയ പോലെ തന്നെ കനകക്കുന്ന് മുതൽ നഗരം മുഴുവനും ലൈറ്റിട്ട് അങ്ങ് അടാറു പരുവത്തിൽ കേരളത്തിനെ അങ്ങ് ലോകം മുഴുവൻ കാണിക്കാവുന്ന രീതിയിൽ ഒരു ലൈറ്റ് ഷോയും ബാക്കിയുള്ള കേരളീയം ഷോയുമൊക്കെ സംഘടിപ്പിക്കുവാനുള്ള പ്ലാനുകൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മളുടെ നാട്ടിലുള്ളത്. ക്ഷേമ പെൻഷനുകൾ പോലും കൊടുത്തിട്ടില്ല. പക്ഷേ പുരപ്പുറത്ത് കിടക്കണമെന്ന് കാരണവന്മാർ പറയുന്ന പോലെ നമുക്കൊന്നുമില്ലെങ്കിൽ തന്നെയും അത് 4 പേര് കാണണം. അത് നമ്മളുടെ ഒരു ഗർവിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഉള്ളത് കാരണം കൊണ്ട് കേരളീയം എന്ന പരിപാടി ഈ കുറിയും നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. വിവിധ വകുപ്പുകൾക്കായി സ്പോൺസർഷിപ്പ് ഉള്ള ആളുകളെ പിടിക്കുവാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ നടന്ന പരിപാടി എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വ്യാപാരികളെയും വ്യവസായികളെയും ഒക്കെ കുത്തിന് പിടിച്ച് പൈസ മേടിക്കുക എന്നുള്ള പരിപാടിയാണ് എന്ന് വരെ പ്രതിപക്ഷം പറഞ്ഞു. പക്ഷേ കാശ് മേടിച്ചെടുത്തു. ആരാണ് മേടിച്ചത്? പാർട്ടിക്കാരോ മന്ത്രിമാരോ ഒന്നും അല്ല കേട്ടോ. നമ്മളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പിരിക്കുവാൻ പോയി. വലിയ വ്യാപാരികളെ കണ്ട് അവരുടെ സ്പോൺസർഷിപ്പ് മേടിക്കുകയും ചെയ്തു. ഈ മേടിച്ച സ്പോൺസർഷിപ്പും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ എത്രയാണ് എന്ന് നമ്മൾ വിവരാവകാശത്തിൽ എഴുതി ചോദിച്ചാൽ പോലും സർക്കാർ തരില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചെടുത്ത ഉദ്യോഗസ്ഥന് സർക്കാർ വക ഗിഫ്റ്റും നൽകിയെന്ന വാർത്തകളുണ്ടായിരുന്നു. അതും വിവാദമായി. വിവാദങ്ങളോട് പോയി പണി നോക്കാൻ പറയുക എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകളൊന്നും കൊടുത്തില്ലെങ്കിലും സാമ്പത്തികമായി ഭയങ്കര കഷ്ടതയിലാണ് നാട് എന്ന് പറഞ്ഞാലും കേരളീയം നടത്തുക തന്നെ ചെയ്യും. കഴിഞ്ഞ നവംബറിലാണെങ്കിൽ ഈ കുറി ഡിസംബറിലാണ് ഈ പരിപാടി വരുന്നത്. അപ്പോൾ വിദേശത്തുള്ള ആളുകൾക്കും കേരളത്തിന് പുറത്തുള്ളവർക്കുമൊക്കെ കേരളത്തിൻ്റെ ഒരു മേന്മ മനസ്സിലാക്കുവാനുള്ള ഒരു ഷോയാണ് ഈ കേരളീയം ഷോ. അവരൊന്നും ഈ ലൈറ്റും കാര്യങ്ങളുമൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്തവരായതുകൊണ്ട് ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളം സൂപ്പർ എന്ന് പറയുമായിരിക്കും. പിന്നെ പരിപാടിയും ഉഷാറായിരിക്കും. കഴിഞ്ഞ നവംബറിൽ ഈ കേരളീയം സംഘടിപ്പിച്ചപ്പോൾ അതിൽ നമ്മുടെ ശോഭനയുടെ ഡാൻസും KS ചിത്രയുടെ പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡാൻസ് കളിച്ചു കഴിഞ്ഞ് നമ്മുടെ ശോഭന നരേന്ദ്രമോദി തൃശ്ശൂരിൽ നടത്തിയ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ശോഭനയെ സോഷ്യൽ മീഡിയയിലൂടെ തെറി പറഞ്ഞ സഖാക്കൾ അനവധി നമ്മുടെ പാർട്ടിയിലുണ്ട്. അതുമാത്രമല്ല, അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അയോധ്യയിൽ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവരും പങ്കെടുക്കണമെന്നും അന്നത്തെ ദിവസം ദീപം തെളിയിക്കണമെന്നും മാത്രമല്ല ശ്രീരാമജയമെന്ന് എല്ലാവരും ആ സമയം വിളിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണമെന്നും ആഹ്വാനം ചെയ്ത ചിത്രയെ ചീത്ത വിളിക്കാത്തവരായി ഒരു സഖാക്കളുമില്ല.
അതുകൊണ്ട് ഈ കുറി പരിപാടിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുമായിരിക്കും. എന്തായിരിക്കും? ശോഭനയും ചിത്രയും ഒന്നും കാണില്ല. പകരം പുതിയ ആളെ ഇറക്കും. ലൈറ്റ് പഴയ ആളെ കൊണ്ട് തന്നെ ഇടുമായിരിക്കും. അങ്ങനെ ഡിസംബർ മാസം അവസാനം വരെ ഈ കേരളീയം പരിപാടി വൻ ആഘോഷത്തിൽ കേരളത്തിൽ നടക്കും. ആ ആഘോഷമെല്ലാം കഴിയുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവും, ഈ പറഞ്ഞു കേട്ട പോലെ ഒന്നല്ല കേരളം, കേരളം അടിപൊളിയാണെന്ന്. അങ്ങനെ കേരളീയം കഴിയുമ്പോൾ തന്നെ ഈ ഒരു പാർട്ടിയും ഈ പാർട്ടി ഭരിക്കുന്ന സർക്കാരുമാണ് കേരളത്തിൻ്റെ മേന്മ എന്ന് ആളുകൾ തിരിച്ചറിയും. 2025 ജനുവരി 1 തീയതി പൊന്നിൻ ചക്രവാളത്തിൽ നമ്മളുടെ ചുവന്ന സൂര്യൻ പൊട്ടിവിടരും. നമ്മളെല്ലാവരും ലാൽ സലാം എന്ന് വിളിക്കും. 2026 ഈ സർക്കാർ മതിയെന്ന് കേരളത്തിലുള്ള എല്ലാ ആളുകളും പറയുമായിരിക്കും. എന്തായാലും കേരളീയം വീണ്ടും വരികയാണ്, പിരിവ് തുടങ്ങുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.